വിജയകുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നമ്മളുമായി വിജയകുമാറിന് പങ്കുവയ്ക്കാനുണ്ട്. പറയൂ വിജയകുമാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട്. പാക് പ്രധാനമന്ത്രി അവിടെ നാഷണൽ കമാൻഡിന്റെ ഒരു യോഗം അടിയന്തരമായി വിളിച്ചിരിക്കുന്നു. നാഷണൽ കമാൻഡ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങളുടെ ന്യൂക്ലിയർ വെപ്പണുകളുടെ കമാൻഡാണത്. അതിന്റെ യോഗം അടിയന്തരമായി വിളിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട എയർ ബേസുകളും ചില ആർമി ക്യാമ്പുകളും ഇന്നലെ രാത്രിയിൽ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഈ കമാൻഡിന്റെ യോഗം വിളിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി പാകിസ്ഥാനിലെ ചില മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ് അവർ പറയുന്നത്: അനദർ സസ്പെക്റ്റഡ് ഇന്ത്യൻ മിസൈൽ സ്ട്രൈക്ക് ഹാസ് ബീൻ റിപ്പോർട്ടഡ് നിയർ കത്വ, എ ഹൈ സെക്യൂരിറ്റി ഏരിയ ക്ലോസ് ടു റാവൽപിണ്ടി ആൻഡ് ഹോം ടു ദ AQ Khan Research Laboratory, formerly known as Katwa Research Laboratory. The facility is key part of Pakistan's nuclear weapon program and is federally funded for advanced research and development. ഇത് പാകിസ്ഥാന്റെ ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു ഡിഫൻസ് ലാബാണ്. രാജ്യത്തെ സമ്മർദ്ദത്തിൽ നിർത്താനുള്ള അവരുടെ ഒരു ശ്രമമല്ലെന്ന് ആര് കണ്ടു? ചിലപ്പോൾ അതായിരിക്കാം എസ് കെ. അതല്ലാതെ വെറുതെ അത് അവർക്ക് പ്രയോഗിക്കാനോ ഉപയോഗിക്കാനോ ഒന്നും കഴിയില്ല. തന്നെയുമല്ല, ആഗോള സമ്മർദ്ദമുണ്ട്. G7 വലിയ പ്രതികരണങ്ങൾ ഈ ദിവസം രാവിലെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാകിസ്ഥാന്റെ സമ്മർദ്ദമായിരിക്കാം. പക്ഷെ എന്തായാലും അത്തരമൊരു രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ആ നിലയിലുള്ള കരുതൽ തയ്യാറെടുപ്പുകൾ വേണം. അവരുടെ ഇതിന് ഫണ്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ലാബാണ് ഇന്ത്യ ആക്രമിച്ചു എന്ന് അവർ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ അവിടെ സ്ഫോടനമുണ്ടായി അവർ തന്നെ പറയുന്ന ഈ കത്വയിലെ ഈ ഒരു കേന്ദ്രം. അപ്പോൾ അതിലും ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. തന്നെയുമല്ല, പാകിസ്ഥാനിലെ പല പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലും വലിയ സ്ഫോടന ശബ്ദം രാത്രി കേട്ടുവെന്ന് നാട്ടുകാർ പറയുന്നു എന്ന് പല അന്തർദേശീയ മാധ്യമങ്ങളും നാട്ടുകാരെയൊക്കെ കോട്ട് ചെയ്ത് വിവരങ്ങൾ നൽകുന്നുണ്ട്. ലാഹോറിലാണെങ്കിലും അതുപോലെ പല കേന്ദ്രങ്ങളിലും. അപ്പോൾ അവർക്ക് ഇന്നലെ രാത്രി ഉണ്ടായത് വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഔദ്യോഗികമായി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എയറിൽ നമ്മളുടെ സുപ്രീമസി, നമ്മളുടെ ഒരു നിർണായക കരുത്ത് കാട്ടിയ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ആത്മഹത്യാപരമായ അല്ലെങ്കിൽ അതിസാഹസത്തിന് ഇനിയും പാകിസ്ഥാൻ മുതിർന്നാലും അതിശക്തമായ തിരിച്ചടി അവർക്ക് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ ഉണ്ടാകുമെന്നതിൽ തർക്കം വേണ്ട എസ് കെ. ഈ മണിക്കൂറിൽ ഇങ്ങനെയുള്ള ചില നീക്കങ്ങളൊക്കെ പാകിസ്ഥാൻ നടത്തുന്നു. അതേസമയം ആദ്യം മുതലേ തന്നെ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കാൻ തയ്യാറാണ് എന്ന് ഉത്തരവാദപ്പെട്ട അംബാസഡർമാർ പോലും നയതന്ത്ര പ്രതിനിധികൾ പോലും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇന്ത്യയെ സമ്മർദ്ദത്തിൽ നിർത്തുകയും ഒക്കെ ചെയ്യുക തന്നെയാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യമെന്നാണ് അറിയുന്നത്. വിജയകുമാർ പറഞ്ഞ പോലെ എന്നാൽ ഈ നീക്കത്തെ നമുക്ക് അവഗണിക്കാൻ കഴിയത്തുമില്ല.